ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم الصادق الوعد الأمين، وعلى آله وصحابته أجمعين ومن اهتدى بهديه إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم ربنا زدنا علما، اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم اجعلنا من عبادك الصالحين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادفع بالتي هي أحسن السيئة نحن أعلم بما يصفون. وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت. كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. فمن ثقلت موازينه فأولئك هم المفلحون. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. تلفح وجوههم النار وهم فيها كالحون. بارك الله لنا ولكم بالقرآن العظيم، ونفعنا وإياكم بما فيه من الآيات والذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രീതിയും ദീനിന്റെ ഇൽമും കാക്ഷിക്കാനായി ഒത്തുചേർന്ന ഒരു മജ്ലിസായി അല്ലാഹു നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് അല്ലാഹു ഇതൊരു പ്രായശ്ചിത്തമാക്കി തരുമാറാകട്ടെ. നമ്മുടെ അകവും പുറവും രഹസ്യവും പരസ്യവും അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ദീനിൽ നിന്ന് അകന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാരും അല്ലാത്തവരുമായ നമ്മുടെ സമൂഹത്തിലെ മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അവർക്കൊക്കെ ദീനിലേക്ക് അടുക്കാനും അല്ലാഹുവിനറിയാനും മരണത്തിന് മുമ്പ് തൗബ ചെയ്ത് മടങ്ങാനുമുള്ള ഒരു അവസരം അല്ലാഹു അവർക്കും നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 96-ാമത്തെ ആയത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഏറ്റവും വലിയ സോഷ്യൽ ഡിസിപ്ലിൻ അല്ലാഹു പഠിപ്പിക്കുന്ന ഒരു ആയത്താണിത്.
സാമൂഹികമായ മര്യാദ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിനിടയിൽ ജീവിക്കുമ്പോൾ ഒട്ടു വിഭിന്നമായ ആളുകളുടെ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ്, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടവരായിട്ട് വരും. എങ്ങനെയാണ് ഒരാൾ ഈ സന്ദർഭങ്ങളിൽ പ്രതികരിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശം ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ആളുകൾക്ക് അല്ലാഹു തആല ജീവിതത്തിന്റെ മൻഹജായി, മാർഗമായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആയത്താണ് 96-ാമത്തെ സൂറത്തുൽ മുഅ്മിനൂനിലെ ഈ ആയത്ത്. യദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യിഅ നഹ്നു അഅലമു ബിമാ യസിഫൂൻ. നബിയെ, ഇദ്ഫഅ, അങ്ങ് പ്രതിരോധിക്കേണ്ടത്, ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ടാണ് അങ്ങ് പ്രതികരിക്കേണ്ടത്, അസ്സയ്യിഅ, മോശമായതിനെ അങ്ങ് നല്ലതുകൊണ്ട് അല്ല, ഏറ്റവും നല്ലതുകൊണ്ട് പ്രതികരിക്കുക. മോശമായതിന് നല്ലത് നല്ല, അതിൽ കൂടെ ഒരു പടി സ്റ്റേജ് കയറിയിട്ടാണ് അഹ്സൻ. ഹസനത്ത് എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണ്. അഹ്സൻ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഫോമാണ്, ബെറ്റർ ദാൻ സംതിങ്. അതോടൊപ്പം തന്നെ അത് സൂപ്പർലേറ്റീവ് ഫോമാണ്. അറബിയെ സംബന്ധിച്ചിടത്തോളം അഹ്സൻ, ദ ബെസ്റ്റ്, ഏറ്റവും നല്ലതെന്തോ അതുകൊണ്ട് തിന്മയെ നേരിടുക. തിന്മയെ നന്മ കൊണ്ട് നേരിടൽ തന്നെ വലിയ സംഭവമാണ്. അതും കഴിഞ്ഞ് ഏറ്റവും നല്ലതുകൊണ്ടാണ് തിന്മയെ പ്രതിരോധിക്കേണ്ടത്. ഇതേ ആശയം സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. നബിയെ, അങ്ങ് പ്രതികരിക്കുക, അങ്ങ് പ്രതിരോധിക്കുക. ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് അങ്ങ് പ്രതികരിക്കുക. എന്തിനെ? തിന്മയെ പ്രതികരിക്കുക. ആ തിന്മ എന്ന വാക്ക് ഇവിടെയാണ് ഈ സൂറത്തിൽ അള്ളാഹു പറഞ്ഞത്. സൂറത്ത് ഫുസ്സിലത്തിലെ 34-ാമത്തെ ഈ സൂക്തത്തിൽ പ്രതികരിക്കേണ്ടത് ഏറ്റവും നല്ലതുകൊണ്ട്. പ്രതികാരം വരൽ എന്തിനെ ചൊല്ലിയാണ്? തിന്മയെ ചൊല്ലിയാണല്ലോ പ്രതികാരം വരിക. അങ്ങനെയെങ്കിൽ അങ്ങും മറ്റാര് തമ്മിലാണോ ശത്രുതയുള്ളത്, ആ ശത്രു ഏറ്റവും നല്ല ഗുണകാംക്ഷയുള്ള ഒരു രക്ഷാധികാരിയെ പോലെ, ഗുണകാംക്ഷയുള്ള ഒരു കൂട്ടുകാരനെ പോലെ മാറുന്നത് കാണാൻ കഴിയും നബിയെ. വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറു, ഏറ്റവും നന്നായി ക്ഷമിക്കുന്നവർക്ക് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം, വലിയ സൗഭാഗ്യം കിട്ടിയവർക്ക് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. അവിടെ ഹദ്ദ് എന്ന വാക്കിന് മുഫസ്സിരീങ്ങൾ കൊടുത്ത അർത്ഥം അൽ ജന്ന, അള്ളാഹിന്റെ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഈ ആശയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിവെച്ചത്. ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇതിന് ഏറ്റവും വലിയ മാതൃക. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വരും, ഒരുപാട് പ്രയാസങ്ങൾ വരും. പല സന്ദർഭങ്ങളും തരണം ചെയ്യേണ്ടി വരും. നമ്മുടെ ഭാര്യയും മക്കള്, മാതാപിതാക്കള്, അയൽവാസികള്, ബന്ധുക്കള്, സുഹൃത്തുക്കള്, കച്ചവടക്കാർ, ഷെയർ ഹോൾഡേഴ്സ്, ഒരു ബിസിനസ്സിൽ ഇടപെടുന്ന അതിൻ്റെ കസ്റ്റമേഴ്സ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ. ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരുപാട് ആളുകളെ, എല്ലാവർക്കും വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡുകളൊക്കെയാണ് അല്ലേ. നമുക്ക് ഒരാളെ എൻറ്റയർലി
അയാളിനെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കഴിയില്ല. ജിബില്ലത്ത് എന്നാണ് പറഞ്ഞത്. ജുബില അലൈഹ, ഒരു മനുഷ്യനെ ഊട്ടപ്പെട്ട ചില പ്രകൃതങ്ങൾ ഉണ്ടാകും. അത് ഒരു സമൂഹത്തിന്റെ റഹ്മത്താണ്. ഒരു മനുഷ്യൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് വിചാരിക്കുക. ഈ ദേഷ്യക്കാരനെ കൊണ്ട് എത്രയോ ആളുകൾക്ക് അല്ലാഹു റഹ്മത്ത് കൊടുക്കുകയാണ്. ഇയാളുടെ ദേഷ്യം സഹിക്കുന്നതിനൊക്കെ കൂലി അവർക്ക് അല്ലാഹു കൊടുക്കുകയാണ്. അതിന്റെ മാതൃക ഒരു മാർഗമാണ്. ഫസരിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന വലിയൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന മുഴുവൻ ആളുകളും നമുക്ക് കൂലി കിട്ടാൻ അല്ലാഹു നിശ്ചയിച്ച ചില മീൻസ് ഓഫ് റിവാർഡ്സ് അല്ലാഹു അങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കൾ, എന്തിനാ മക്കളെ തന്നത്? ആ മക്കൾക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരെ ചികിത്സിക്കുന്നു, ഇതിനൊക്കെ അല്ലാഹു കൂലി തരാം. ഭാര്യയെ തന്നു, അവരെ സംരക്ഷിക്കുന്നു, അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു, അവരെ ദീനിയായ ചുറ്റുപാടിൽ വളർത്തുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അതിനൊക്കെ കൂലിയാണ്. മാതാപിതാക്കൾക്ക് മക്കളോട് ചെയ്യുന്നതിന് കൂലി, മാതാപിതാക്കൾ വലുതായാൽ മക്കൾക്ക് മാതാപിതാക്കൾ കാരണം ഒരുപാട് കൂലി. ഇങ്ങനെ ബന്ധുക്കളും അയൽവാസികളും ജ്യേഷ്ഠാനുജന്മ ഇവരൊക്കെ നമുക്ക് കൂലി കിട്ടാൻ കാരണക്കാരാണ്. അവരോടൊക്കെയുള്ള പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് കൂലി കിട്ടും. അതുകൊണ്ടാണ് ഉസ്ലത്തിനെ സംബന്ധിച്ചൊക്കെ അലിമീങ്ങൾ അത്ര നല്ല സമീപനമല്ല എന്ന് പറയാൻ കാരണം, ഒരു സമൂഹത്തിൽ നിന്ന് അകന്ന് ആരാരും ബന്ധം വേണ്ട, ഞാൻ ആരോടും മിണ്ടുന്നില്ല, എനിക്ക് ആരോടും ഒന്നിനും പോവണ്ട, ഞാൻ എൻ്റെ വഴിക്ക് അങ്ങനെ പോവാണ്. ഒരാളോട് മിണ്ടാനോ ഒരാളോട് സഹകരിക്കാനോ ഒരാളോട് ഒരു വിഷയം കൂടിയാൽ ഒന്നിനും ഞാൻ ഒറ്റയ്ക്ക് ഒരു ഒറ്റയാൻ പട്ടാളമായി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെ വേണോ? അതല്ല, ആളുകളുടെ കൂടെ നടന്നിട്ട് അവരിൽ നിന്നുള്ള പ്രയാസങ്ങൾ സഹിച്ച് ജീവിക്കണം. ആർക്കാണ് കൂലി എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ആർക്കാണ്? ജനങ്ങളുടെ മയസ്ബിറു അല അദന്നാസ്, ജനങ്ങളുടെ പ്രയാസങ്ങളൊക്കെ സഹിക്കുന്നവർ. എനിക്ക് തോന്നുന്ന നമ്മുടെ നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. സംഗതി പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാൻജിയോ എന്നൊക്കെ ആകുമ്പോൾ അവർക്കൊരു ഒരു ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു 5 കൊല്ലമോ 10 കൊല്ലമോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഏതാനും ചില കണക്കിലെ ഒരു 10 രൂപേന്റെ ഒരു ബില്ല് കിട്ടാത്തതായിരിക്കും ആകെ അവിടെ ഉണ്ടായ പ്രശ്നം. അങ്ങനെ ഖജാൻജി എന്തോ മുക്കിയിട്ടുണ്ട് എന്നാ പറയാം. ഈ മനുഷ്യൻ ഇതിനു വേണ്ടി ത്യാഗം ചെയ്തതോ തന്റെ വീടും മക്കളൊക്കെ ഉപേക്ഷിച്ച് ഇതിന്റെ പിന്നാലെ നടന്നതും യോഗം കൂടിയതും പള്ളിയുടെ കാര്യം ഇതൊന്നും മനുഷ്യന്മാർ നോക്കണില്ല. കുറച്ച് ആക്ഷേപം കൊടുത്തിട്ടാണ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയല്ലേ നടക്കാറുള്ളത്? അതിന് ശമ്പളം പറ്റുന്ന ആളുകളല്ല അവർ. ത്യാഗമാണ്, സർവീസാണ്. പക്ഷെ അതിന് ജനങ്ങൾ കൊടുക്കുന്ന പ്രതികരണം എന്താ? ഒരു ജനറൽ ബോഡി വിളിച്ചാൽ കുറെ അവർക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ. ഈ പറയുന്ന ആളുകൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യില്ല. ചെയ്യുന്നവരെ ചെയ്യാൻ അയക്കൂല. ഇതൊക്കെ സഹിച്ചിട്ടും പിന്നെ പിടിച്ചു നിൽക്കുന്നത് ഭയങ്കര ജിഹാദാണ്. ആളുകളുടെ റെസ്പോൺസ് ഇങ്ങനെ ആയിരിക്കും നമ്മൾ ആദ്യമേ പ്രതീക്ഷിക്കണം. ഇവരൊന്നും നമ്മളെ പൊന്നാടയിട്ട് അണിയിച്ചിട്ട് നമ്മൾ ആദരിക്കും, അതൊന്നും വിചാരിക്കണ്ട. ഖൽബ് ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിർ റഹ്മാൻ, ഇതൊക്കെ സഹിക്കാനുള്ള ഒരു മാനസികമായ ഒരു സന്നദ്ധത. സുബ്ഹാനല്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ ആ ഒരൊറ്റ പ്രശ്നം കൊണ്ട് പള്ളിയുടെ ഖിദ്മത്തിൽ നിന്ന്, മദ്രസയുടെ ഖിദ്മത്തിൽ നിന്ന്, ഒരു പ്രസ്ഥാനത്തിന്റെ ഖിദ്മത്തിൽ നിന്ന് മാറാൻ പാടില്ല. അത് സഹിച്ച് ജീവിക്കുമ്പോൾ തന്നെ ഒരുപാട് കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്. ഇദ്ഫഅ ബില്ലതി ഹി അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് പ്രതികരിക്കുക നബിയെ, ഏറ്റവും നല്ലതുകൊണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ദേഷ്യം കടിച്ചമർത്തുന്ന ആളുകളെ പ്രത്യേകമായി വിളിച്ച് ആദരിക്കുന്നുണ്ട്. മൻ കലമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു ദഅാഹു അല്ലാഹു അലാ റൂസിൽ ഖലായിഖ യൗമൽ ഖിയാമഹ ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂറിൽ ഐനി മാ ഷാ. നാളെ അല്ലാഹു തആല ഹൂറുൽ ഈനുകളെ കൊണ്ട് വലിയ നിഅമത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവം നബി തങ്ങൾ പറയുന്നത് മൻ കലമ ഗൈളൻ, ദേഷ്യം അടക്കി പിടിച്ച ആളാണ്. ഒരാളിങ്ങോട്ട് മോശമായി പെരുമാറിയാൽ അയാളോട് തിരിച്ചു മോശമായിട്ട് പെരുമാറാൻ നമ്മുടെ ശരീരം പറയുന്നു, നമ്മുടെ പിശാച് പറയുന്നു. ഇതിനാരുടെയും ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അതിന്റെ റിയാക്ഷൻ ഇൻസ്റ്റന്റ്ലി അവിടെ നടക്കും, അല്ലേ? പക്ഷേ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ ഗുണം നടക്കുന്നത് നമ്മുടെ ദേഷ്യം നമ്മൾ കടിച്ചമർത്തി എന്നാണ്. പടച്ചോനെ, പിശാച് മനുഷ്യനെ കൊണ്ട് പന്ത് പോലെ തട്ടിക്കളിക്കുന്നത് മനുഷ്യൻ വഹുവ ഗളബാൻ, ഒരു മനുഷ്യൻ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മുടെയൊക്കെ പ്രകൃതവും നമ്മുടെ സ്വഭാവമൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട. ശരിക്കും ദേഷ്യം പിടിച്ചാൽ എന്താ നമ്മുടെ കോലം, അതാ നമ്മുടെ ശരിയായ കോലം. ഇതൊക്കെ ഏകദേശ ചില അഡ്ജസ്റ്റ്മെന്റുകളാണ്. മനുഷ്യന്റെ ശരിയായ പ്രകൃതം മനുഷ്യന് ദേഷ്യം പിടിക്കുമ്പോൾ എന്ത് പെരുമാറുന്നു, എന്ത് പറയുന്നു, എന്ത് വിളിച്ചു പറയുന്നു. അവിടെ കൺട്രോൾ ഇല്ലാത്തവൻ ജീവിതത്തിൽ അവന്റെ ഒരു ഇമോഷൻസിനും കൺട്രോൾ ഉണ്ടാവില്ല. അവന് സ്വന്തത്തെ ഭരിക്കാൻ കഴിയില്ല. ഏറ്റവും നല്ല ശക്തിമാൻ ആരാണെന്നാ പറഞ്ഞത്? നല്ല മസിലുള്ള ആളുകളാണോ? നമുക്ക് ജിമ്മിനൊക്കെ പോയിട്ടൊക്കെ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞ ആവേശത്തോടു കൂടെ എത്ര വലുപ്പുള്ള കയ്യൊക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ടല്ലേ? കണ്ടോ എൻ്റെ മസിലൊക്കെ, ഞാൻ ഭയങ്കര ഫിറ്റ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ തങ്ങൾ പറഞ്ഞ് ലൈസ ശദീദു ബിസ്സുറഅ, ഒരാളെ പിടിച്ചിട്ട് റസ്ൽ ചെയ്യാൻ പറ്റുന്ന ഇതൊന്നും അല്ല ശക്തിമാൻ എന്ന് പറയുന്നത്. വലാകിന്നല്ലദീ യക്ലിമു ഗൈലഹു ഇൻദൽ ഗളബ്, ദേഷ്യം വന്നാൽ സ്വന്തത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവനാണ് ശക്തിമാൻ. ദേഷ്യം വന്നാൽ ഒന്നും മിണ്ടില്ല, നാവടക്കി പിടിക്കുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒക്കെ വിധി പറയാൻ വരുന്ന സമയത്ത് ഏതെങ്കിലും ചില പ്രശ്നങ്ങളിൽ ഇടപെട്ട്, ദീനിന്റെ വിഷയമാണ്, അതിൽ ദേഷ്യപ്പെടും. ദീനിന്റെ വിഷയത്തിൽ ദേഷ്യപ്പെടണം, അല്ലേ? അള്ളാഹുവിന് വേണ്ടി ദേഷ്യപ്പെടുകയും അള്ളാഹുവിന് വേണ്ടി കോപിക്കുകയും ചെയ്യണം. അത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. എങ്ങാനും അലി റളിയല്ലാഹു അൻഹു ഒരു വിഷയത്തിൽ ദേഷ്യം പിടിച്ച അവസരത്തിലാണ് ഒരു വിധി പറയേണ്ട അവസ്ഥ വന്നതെങ്കിൽ ബഹുമാനപ്പെട്ടവർ പറയും, ഞാനിപ്പോൾ വിധി പറയുന്നില്ല, ഞാനതിനെ അല്പസമയത്തേക്ക് നീട്ടിവെക്കുകയാണ്. എങ്ങാനും ഞാൻ പറഞ്ഞാൽ ഈ വിധിന്യായത്തിൽ എന്റെ ദേഷ്യത്തിന്റെ ഒരംശം കലർന്നു പോവുകയും അതുകൊണ്ട് യഥാർത്ഥ നീതി അതിന്റെ ആൾക്ക് ലഭിക്കാതെ പോവുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ദേഷ്യം കൺട്രോൾ ചെയ്യുന്നവനാണ് മുഅ്മിനായ മനുഷ്യൻ. അല്ലാത്തത് മൃഗത്തിന്റെ സ്വഭാവമല്ലേ? ഒരു മൃഗത്തെ നിങ്ങളൊന്ന് അടിച്ചു നോക്കൂ, ഒന്ന് കുത്തി നോക്കൂ, അത് ഇങ്ങോട്ട് പ്രതികരിക്കും. അത് ഒരു ജീവജാലങ്ങളുടെ പ്രകൃതമാണ്. ഈ പ്രകൃതത്തിൽ നിന്ന് മുഅ്മിനായി മാറ്റിയെടുക്കാൻ അള്ളാഹു നമുക്ക് ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തരുന്നത്. മൻയക്ലിമു ഗൈലഹു ഇൻദൽ ഗളബ്. അതുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ ആരാണ്? അഹ്സനുക്കും ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, ലേ അഹ്സനുക്കും അഹ്സനുക്കും അഖ്ലാഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഹദീസിൽ പറയുന്നു, ഏറ്റവും നല്ല സ്വഭാവക്കാരൻ ആരാണ്? നിങ്ങളിൽ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. സ്വന്തം കുടുംബത്തോട് നന്നായി പെരുമാറുന്ന ആളാണ് ഏറ്റവും നല്ലവൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ തങ്ങൾ അങ്ങനെ പറയാൻ കാരണം? എന്തേ? വീട്ടുകാരെന്ന് പറഞ്ഞ ഉദ്ദേശം ഭാര്യയും മക്കളും എന്നാണ്. ഈ ഹദീസിൽ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ അവന്റെ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പെരുമാറുന്ന പെരുമാറ്റത്തിലൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും, കൂടുതലുണ്ടാവും. നമ്മുടെ ശരിയായ പ്രകൃതമല്ല നമ്മൾ ജനങ്ങളോട് കാണിക്കുന്നത്, അല്ലേ? നമ്മുടെ ശരിയായ സ്വഭാവമല്ല നമ്മൾ ഓഫീസിൽ ചെന്നാൽ പെരുമാറുന്നത്. ആ ശരിയായ സ്വഭാവം എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? അത് പുറത്തു വരാൻ വന്ന പ്രശ്നമാണ്. ജോലി പോയി പോകും. അതുകൊണ്ട് നമ്മളത് കടിച്ചു പിടിക്കുക. വീട്ടിലെത്തി ഭാര്യ നമ്മുടെ അണ്ടറിലാണ് അവളുള്ളത്, അല്ലേ? അവളെ പേടിക്കേണ്ട ആവശ്യമില്ല. മക്കളാണ്, മക്കളോടും പേടിക്കേണ്ട. ആരും നമ്മെ ഭരിക്കാനില്ലാത്ത ഒരു സന്ദർഭമാണ് നമ്മുടെ വീടും നമ്മുടെ ഭാര്യയും മക്കളും. അവിടെ ഒരു മനുഷ്യൻ നന്നായി പെരുമാറിയാൽ അവനാണ് സൽസ്വഭാവക്കാരൻ. കാരണം അവിടെ ഫോർമാലിറ്റിന്റെ ആവശ്യമില്ല. അവിടെ ആരുടെ മുമ്പിലും മുജാമലത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വയം പ്രകൃതാണ് പുറത്തെടുക്കുക. ആരും എന്നെ തടസ്സം നിൽക്കുന്നില്ല. സ്വന്തം ഭാര്യയും മക്കളും അവര് സഹിക്കാതിരിക്കേ എന്തുമാകട്ടെ എന്ന് ചിന്തിച്ച് ഒരു മനുഷ്യന് എങ്ങനെയും പെരുമാറാം. പക്ഷേ സ്വന്തം കുടുംബത്തോട് നന്നായി പെരുമാറുന്നവൻ, അതാണ് ശരിയായ സ്വഭാവം. നമ്മളിങ്ങനെ ആലോചിക്കണം. നമ്മൾ വീടിന്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഡീസൻ്റാ. വീട്ടിൽ ഇറങ്ങിച്ചെന്നാൽ, വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്? നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്? നമ്മളവിടെ നല്ല ഒരു വീട്ടുകാരനാണോ? നമ്മുടെ ദേഷ്യം നമ്മൾ അടക്കി പിടിക്കുന്നുണ്ടോ? ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടുകാരോട് ദേഷ്യപ്പെടില്ല വേണ്ടത്. നീ ജോലിന്റെ ടെൻഷൻ അതൊന്നും ഇവിടെ കാണിക്കണ്ട. ഇവരത് നിരപരാധികളാണ്, ഇന്നസെൻസ്, they don't deserve it. എന്തിനാ അവരോട് കാണിക്കേണ്ട ആവശ്യം? അവരതൊന്നും അറിയുന്നില്ലല്ലോ. നമ്മുടെ പ്രകൃതം ഏറ്റവും നന്നായി നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ ഭാര്യയോട്, മക്കളോട് അത് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സൽസ്വഭാവം എന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ?
അവിടെയാണ് നമ്മെ കൺട്രോൾ ചെയ്യുന്നത്, അവിടെയാണ് നമ്മുടെ ദേഷ്യത്തെ നമ്മൾ അടക്കിപ്പിടിക്കുന്നത്, അവിടെയാണ് നമ്മൾ സ്വതസിദ്ധമായ ഒരു പ്രകൃതം ഉണ്ടാക്കിയെടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ നിങ്ങളിൽ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ ഞാനാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ദേഷ്യം വരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, ജീവിതത്തിൽ ഉണ്ടാകും. അവിടെയൊക്കെയും ഈ രീതിയിൽ നമ്മൾ പ്രതികരിക്കുക. സൂറത്തുൽ ഫുർഖാൻ, അതുപോലെ തന്നെ സൂറത്തുൽ ഖസസ്, ഇതിലൊക്കെ അല്ലാഹു ചില നിർദ്ദേശങ്ങൾ തരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ സമിഉൽ ലഗ്വ അഅറദൂ അൻഹു വഖാലൂ ലനാ അഅമാലുകും വലകും അഅമാലുനാ വലകും അഅമാലുകും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. വഖാലൂ, അവർ പറയുന്നു, ലനാ അഅമാലുനാ വലകും അഅമാലുകും, എന്തെങ്കിലും മോശമായൊരു പ്രതികരണം ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ അവർ പറയുന്നു, ലനാ അഅമാലുനാ വലകും അഅമാലുകും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുകൾ, നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷ വരട്ടെ, ലാ നബ്തഗിൽ ജാഹിലീൻ, വിവരമില്ലാത്തവരോട് ഞങ്ങൾ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നവരാണ് മുഅ്മിനീങ്ങൾ. സൂറത്തുൽ ഫുർഖാൻ, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ വിവരമില്ലാത്തവർ എങ്ങനെങ്കിലും വിവരദോഷമായി പെരുമാറിയാൽ ഖാലൂ സലാമാ, അവർ പറയും ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. അവർ പറയുമെന്നല്ല, അവരവിടുന്ന് രക്ഷപ്പെട്ട് കടന്നു കളയും, അതിനോട് പ്രതികരിക്കാൻ നിൽക്കില്ല. സുബ്ഹാനല്ലാഹ്. ഇത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം കാലുകൊണ്ട് 160 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്തിട്ടാണ് ത്വായിഫിലെത്തുന്നത്. ഇന്നത്തെ ത്വായിഫിലേക്ക് പോകുന്ന ബസ് റൂട്ടിലല്ല തങ്ങളന്ന് പോയത്. 160 കിലോമീറ്റർ, 160 കിലോമീറ്റർ, ഇത്രയും വഴി ദൂരം. അബൂദാബിയിൽ നിന്ന് ദുബൈയിലേക്കുള്ള ദൂരം കണക്കാക്കാം. നടന്ന് തങ്ങൾ ചെന്നിട്ടാ ത്വായിഫിലെത്തിയത്. സുബ്ഹാനല്ലാഹ്. 3 ദിവസം അവിടെ തങ്ങി. എന്തിനാ പോയത്? ബനൂ സഖീഫ് ഗോത്രക്കാർ തങ്ങളുടെ ഗോത്രക്കാരാണ്, ഉമ്മയുടെ ബന്ധുക്കളാണ്, വാപ്പയുടെ ബന്ധുക്കൾ അവിടെ ഉണ്ട്. അവരൊക്കെ ദീനിക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയതാണ്. 3 ദിവസം തങ്ങി. കൂടെ ആരുമില്ല. ഹിജ്റ പോകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. പക്ഷേ ത്വായിഫിലേക്കുള്ള യാത്രയിൽ ആരുമില്ല. തങ്ങൾ വൺ വേ 160 കിലോമീറ്റർ യാത്ര ചെയ്ത് പോയി. സുബ്ഹാനല്ലാഹ്. എന്താ അവര് ചെയ്തത്? തങ്ങൾ നബിയാന്ന് പറഞ്ഞപ്പോ ഒരുത്തൻ പറഞ്ഞു, നിങ്ങൾ നബിയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോയിട്ട് കഅബയുടെ കില്ല ഞാൻ പിച്ച് ചീന്തി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആ ദേഷ്യം പ്രകടിപ്പിക്കാൻ. വേറെ ആൾ പറഞ്ഞു മജ്നൂനാണ്, വേറെ ആൾ പറഞ്ഞു സാഹിറാണ്. മാത്രമോ കല്ലെടുത്ത് എറിഞ്ഞില്ലേ? നമ്മൾ അറിയില്ലേ സംഭവം? തങ്ങളുടെ കാലിന്ന് രക്തം വന്നില്ലേ? ഹത്താ ദമിയത് ഖദമാ, തങ്ങളുടെ കാലിന്ന് ചോര വന്നു അല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ പ്രതികരിക്കുന്നത് നോക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ചോദിച്ചിട്ടുണ്ട്, നബിയെ, ഈ വലിയ 2 പർവ്വതങ്ങൾക്കിടയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ട് അന്ന് ചവച്ചരച്ചിട്ട് ഞാൻ ഇവരെ നശിപ്പിക്കട്ടെയോ? വേണ്ട ജിബ്രീൽ. അവരുടെ മക്കളിൽ നിന്നോ മക്കളുടെ മക്കളിൽ നിന്നോ മയ്യുമിനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും വന്നാൽ അതാണല്ലോ നമുക്ക് ഖൈർ. ഇവരെ നശിപ്പിച്ചാൽ പിന്നെ മക്കളുണ്ടാവില്ല, അവരുടെ തലമുറകൾ വരില്ല. അതുകൊണ്ട് അവരിൽ മുഅ്മിനീങ്ങൾ വരട്ടെ. വേണ്ട, തങ്ങൾ വിശ്രമിക്കുകയാണ്. ഒരു ഈത്തപ്പനയുടെ താഴെ ഇരുന്ന് വിശ്രമിക്കുമ്പോ കാലിൽ നിന്നിങ്ങനെ ചോര വരുന്നുണ്ട്. ആളുകൾ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് അട്ടിയോടിച്ചു. എപ്പോ? 160 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ട് ഒരു നല്ല പെരുമാറ്റം പ്രതീക്ഷിക്കേണ്ട സ്ഥലത്ത് ഏറ്റവും ഹീനമായ, ഏറ്റവും ദാരുണമായ രീതിയിൽ പ്രകോപിതരായി ജനങ്ങൾ തങ്ങളോട് പ്രതികരിച്ചിട്ട് തങ്ങൾ എന്താ പറയുന്നത്? അല്ലാഹുവേ, പടച്ചതമ്പുരാനെ, ഇല്ലം യകുൻ ബിക ഗളബുൻ ഫലാ ഉബാലി ലകൽ ഉത്ബാ ഹത്താ തർളാ. പടച്ചവനെ, ഈ പ്രയാസങ്ങളൊക്കെ ഞാൻ സഹിച്ചാൽ പോലും നിനക്കാണ് സർവമാന സ്തുതികളും, നിനക്ക് തന്നെയാണ്. ഹത്താ തർളാ, നിനക്ക് തൃപ്തി വരുന്നത് വരേക്കുമുള്ള ഹംദും സനാഉം നിനക്കാണ് റബ്ബേ. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ പടച്ചവനെ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ റബ്ബേ ഈ പ്രയാസമൊന്നും എനിക്ക് പ്രശ്നമല്ല റബ്ബേ. നിന്റെ ഗളബ് എന്റെ മേലുണ്ടാകരുത്.
എന്ന് ദുആ ചെയ്തു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഖൗമിനെതിരെ ദുആ ചെയ്തില്ല. തങ്ങൾ അള്ളാഹും തമ്മിലുള്ള പ്രശ്നമാ തങ്ങളവിടെ അവതരിപ്പടച്ചവനെ, നിനക്കെന്നോട് ദേഷ്യമില്ലല്ലോ, എന്നാൽ എനിക്ക് പ്രശ്നമല്ല. ഹബീബായ നബി തങ്ങൾ ഇവിടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലേ? ആ സമൂഹത്തിന് പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായിരിക്കും, അത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും വലിയ ശക്തി. അതാണ് പ്രതികാരം എടുക്കാൻ കഴിയും. അതേ ആവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുത്താൽ മതി, അവരെ നാശം ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തു കഴിയും. വേണ്ട, അവർക്ക് ഒന്നും പരാമർശിച്ചില്ലല്ലോ. അവർ നന്നാവട്ടെ, അവരെ മക്കളുടെ മക്കളെങ്കിലും മുഅ്മിനീങ്ങളാകട്ടെ. അല്ലാഹുവേ, എനിക്ക് ഈ പ്രയാസം വന്നത് എനിക്ക് ഒന്നുമല്ല റബ്ബേ, നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, നീ എന്നോട് കോപിക്കരുത് റബ്ബേ. അള്ളാഹുവിന്റെ ദഅവത്തിന് വേണ്ടി പോയ നബി ഇങ്ങനെയാണ് ഒരു സന്ദർഭത്തിൽ പ്രതികരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മക്കം ഫത്ഹ് നടക്കുമ്പോഴാണ് ഇതിലെ ഏറ്റവും വലിയ അനുഭവം ഉണ്ടാകുന്നത്, അല്ലേ? ഹിജ്റ 8-ാം വർഷം മക്ക ഫത്ഹ് നടക്കുമ്പോ ഹബീബായ നബി തങ്ങൾ കഅബയുടെ ആ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് ചോദിച്ചില്ലേ, മാ വന്നുക്കും അന്നി ഫാഇലും ബിക്കും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവർ പറഞ്ഞു, അൻത അഖുൻ കരീം ഇബ്നു അഖിൻ കരീം, നിങ്ങൾ ഏറ്റവും You are the most generous, the son of most generous. നിങ്ങളുടെ വാപ്പ അബ്ദുള്ള എന്നവർ ഏറ്റവും നല്ല മാന്യനായ ഔദാര്യവാനായ ഒരു മനുഷ്യനായിരുന്നു. അവരുടെ ഏറ്റവും ഔദാര്യവാനായ മാന്യനായ മകനാണല്ലോ, പുത്രനാണല്ലോ അങ്ങ്. അൻതുമുത്തുലഖാ ഇദ്ഹബു അൻതുമുത്തുലഖാ, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, അൻതുമുത്തുലഖാ അൻതുമുത്തുലഖാ, നിങ്ങളെ ഞാൻ വിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു പ്രതികാരവുമില്ല. ലാ തസ്രീബ അലൈക്കുമുൽ യൗം. യൂസുഫ് അലൈഹിസ്സലാം അവരുടെ 10ഓളം വരുന്ന ജ്യേഷ്ഠന്മാർ അവരെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിൽ രാജാവായി വാഴുന്ന യൂസുഫ് അലൈഹിസ്സലാമിന്റെ അടുത്ത് റേഷൻ വാങ്ങാൻ വേണ്ടി വന്നപ്പോ ചോദിച്ചുവല്ലോ, നിങ്ങൾക്ക് എന്നെ അറിയുമോ? നിങ്ങൾ ആരാ? അന യൂസുഫ്. ഞാൻ. നിങ്ങൾ യൂസുഫോ? യൂസുഫ് ഒരുപാട് കൊല്ലം മുമ്പ് കിണറ്റിൽ വീണ് മരിച്ചല്ലോ. അല്ല, ഞാൻ തന്നെയാണ് ആ യൂസുഫ്. യൂസുഫ് അലൈഹിസ്സലാം ചരിത്രം പറഞ്ഞപ്പോ, പടച്ചവനെ, രാജാവായി നിൽക്കുന്ന ഒരു സഹോദരൻ, ഈ സഹോദരനെയാണല്ലോ ഞങ്ങൾ കൊല്ലാൻ ശ്രമിച്ചത്. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് യാതൊരു പ്രതികാരവും ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അല്ലാഹു ആണല്ലോ ഏറ്റവും വലിയ റഹ്മത്ത് ചെയ്യുന്നവൻ. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. പ്രതികാരമില്ല. ഇനി നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ആരെങ്കിലും ചെയ്തു വെച്ചാൽ അതിന് പ്രതികരിക്കാൻ സാധ്യമായ വഴികൾ നമ്മുടെ മുമ്പിലേക്ക് വന്നെത്തുമ്പോൾ പ്രതികരിക്കാൻ വീൽ ചെയറിലിരിക്കുന്ന ഒരാൾ ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നാൽ എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്ന പോലെ അതല്ല. നമുക്ക് പ്രതികാരമെടുക്കാൻ കഴിയും. ഏത് രീതിയിലും അപമാനിക്കാൻ കഴിയും. തന്നെ അപമാനിച്ചവനെ മാനം കെടുത്താൻ കഴിയുമെന്നിരിക്കെ, തനിക്ക് സാമ്പത്തികമായി നഷ്ടം വരുത്തിയവൻ, മാനഹാനി നടത്തിവെച്ചവൻ, ഇവരെയൊക്കെ പ്രതികാരമെടുക്കാൻ കഴിയുമെന്നിരിക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും സൂറത്തുൽ മുഅ്മിനൂനിലെ 96-ാമത്തെ ആയത്ത് അള്ളാഹു എന്നോട് പറയുന്ന നിർദ്ദേശമാണ്, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനുസ് സയ്യിഅ നഹ്നു അഅലമു ബിമാ യസിഫൂൻ. ഒരു തിന്മയെയും തിന്മ കൊണ്ട് നേരിടല്ലേ, തിന്മയെ നന്മ കൊണ്ട് നേരിടൂ എന്ന് അള്ളാഹു എന്നോട് പറയുന്നു. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ലെന്ന് മാത്രമല്ല, അയാൾക്ക് എത്രയും കൂടുതൽ അങ്ങോട്ട് നന്മ ചെയ്തു കൊടുക്കാൻ ഞാൻ പരിശ്രമിക്കട്ടെ. ഇങ്ങനെയാ മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കാം. നമ്മളൊരു ഹദീത്ത് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീത്ത്. തങ്ങൾ പറഞ്ഞു, യാ അബാ ഹുറൈറ അലൈക ബിഹുസ്നിൽ ഖുലുഖ്, അബൂ ഹുറൈറ നിങ്ങൾക്ക് സൽസ്വഭാവം ഉണ്ടാകണം. സൽസ്വഭാവമുണ്ടല്ലോ, പിന്നെന്തേ തങ്ങൾ ഈ സൽസ്വഭാവം ഉണ്ടാകണം എന്ന് പറഞ്ഞത്? അപ്പൊ അതിന്റെ അർത്ഥം മറ്റെന്തോ ആണെന്ന് മഹാനായ സുഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖ് യാ റസൂലല്ലാഹ്, എന്താ നബിയെ ഈ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങ് ഉദ്ദേശിച്ചത് എന്താണ്? ഖാല, ഹബീബായ തങ്ങൾ പറഞ്ഞു, തസ്വിലു മൻ ഖതഅക വതുഅതി മൻ ഹറമക വതഅഫു അമ്മൻ ളലമക. 3 വിഷയങ്ങളാണ് പറഞ്ഞത്.
നമ്മുടെയൊക്കെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് നമ്മളൊന്ന് ഒരു സെൽഫ് അസസ്മെന്റ്, നമ്മിലേക്ക് ഒരു ഇൻട്രോസ്പെക്ഷൻ, നമ്മളുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് നോക്കുക. അതിന് ഈ ഹദീസ് വളരെ സഹായിക്കും. എന്താണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യനെ കാണുമ്പോൾ ചിരിക്കുന്നത് കൂലിയാണ്, അല്ലെ? പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്. 5 കാശ് ചെലവില്ലാതെ സ്വതക്ക ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ദീന ശരീഅത്തുൽ ഇസ്ലാം. ഒരു ആളോട് ചിരിച്ചാൽ കൂലിയാണ്. പടച്ചോനെ, സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മുടെ ശരിയായ സ്വഭാവം എങ്ങനെ, എവിടെ, എപ്പോൾ? തസ്വിലു മൻ ഖതഅക, അബൂ ഹുറൈറ, നിങ്ങളോട് ബന്ധം വിച്ഛേദിച്ച ആളോട് നിങ്ങൾ ബന്ധം ചേർക്കുക. ഇങ്ങോട്ട് മിണ്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും മിണ്ടൂല. ഇത് പറയാനിപ്പോ വലിയ മനുഷ്യനായി ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തസ്വിലു മൻ ഖതഅക, നമ്മൾ അള്ളാഹുവിന്റെ ഖലീഫയാകാൻ വന്നവരാ. അള്ളാഹു തആല പറയുന്ന സ്വഭാവങ്ങൾ നമ്മിലേക്ക് ഉണ്ടാകാനാണ്, അല്ലേ? തസ്വിലു മൻ, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവനോട് നീ അങ്ങോട്ട് ചെന്ന് മിണ്ട്. പടച്ചവനെ, എത്രയോ ആളുകൾ പിണങ്ങിക്കഴിയുന്ന കുടുംബങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, ബിസിനസ്സിൽ ഷെയർ കൂടി തുടങ്ങിയവർ, ആജന്മ ശത്രുക്കളായി മാറിയവർ എത്ര കാണും സമൂഹത്തിൽ? എത്ര ഉണ്ട്? കൂറായിട്ട് ജോയിന്റ് ബിസിനസ് തുടങ്ങിയവരൊക്കെ പിന്നെ തെറ്റിപ്പിരിഞ്ഞ കഥകളാണ് അധികവും കണ്ടിട്ടുള്ളത്. ശത്രുക്കളെ പിന്നെ മിണ്ടുന്നില്ല, ജീവിതകാലം മുഴുവൻ എന്തോ ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാതെ, ലാ യഹില്ലു ലിമുസ്ലിമിൻ, ഒരു മുസ്ലിമായ പുരുഷനോ പെണ്ണിനോ ഹലാലല്ല അൻ യഹ്ജുറ അഖാഹുൽ മുസ്ലിം, തന്റെ മുസ്ലിമായ സഹോദരനെ, ഒരു പെണ്ണിന് തന്റെ മുസ്ലിമത്തായ സഹോദരിയോട് ഫൗക 3 അയ്യാം, 3 ദിവസത്തിലേറെ സമയം മിണ്ടാതെ കഴിയാൻ ഒരു മുസ്ലിമിനോ മുസ്ലിമത്തിനോ അല്ലാഹു ഹലാലാക്കിയിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ സാധാ ആളുകൾ. പിന്നെ നോക്കണം ഭാര്യ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, രക്തബന്ധമുള്ള കുടുംബക്കാർ, മഹ്റമുകൾ, ഇവരോടൊക്കെയുള്ള ബന്ധം പിന്നെ എങ്ങനെയാ? സാധാരണയുള്ള ബന്ധു, സാധാരണയുള്ള സുഹൃത്ത്, അവരോട് 3 ദിവസത്തിലേറെ പറ്റില്ല. പിന്നെ മറ്റവരോട് ബിൽ ഔല എന്തായാലും പറ്റില്ല. സുബ്ഹാനല്ലാഹ്. തങ്ങൾ പറഞ്ഞു, ഫതൂബാ ലഹു തൂബാ ലഹു ഖൈറുകും മൻ യബ്ദഉ ബിസ്സലാം, ഇവരിൽ ഏറ്റവും നല്ലവൻ ആരാണോ ആദ്യം അങ്ങോട്ട് ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം ചൊല്ലി ബന്ധം ചേർക്കുന്നത്, അവനാണ് ഏറ്റവും നല്ല നന്മ ചെയ്തവൻ. തൂബാ ലഹു തൂബാ ലഹു തൂബാ ലഹു. ആ ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ അല്ലാഹു തആല ആയിരക്കണക്കിന് റഹ്മത്തുകൾ വരെ അയാൾക്ക് നൽകാൻ ഇത് കാരണമാണ്. തൂബാ എന്ന് 3 പ്രാവശ്യം തങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. ഒരു മെസ്സേജ് വിട്ടാൽ മതിയാവും. ചിലപ്പോ വിഷയം അത്രേ ഉണ്ടാവുള്ളൂ. കുറെ കാലമായിട്ട് മിണ്ടാത്ത ആളാണ്, ഒരു SMS-ന്റെ പ്രശ്നം ഉണ്ടാവുള്ളൂ. സുഹൃത്തെ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തിനാ നമ്മൾ മിണ്ടാതെ നടക്കണത്? മരിച്ചു പോണ്ടേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്, അത്രേ വരുള്ളൂ. ഒന്ന് ചെന്ന് സംസാരിക്കേണ്ട വിഷയം ഉണ്ടാവുള്ളൂ. പക്ഷേ അത് വൈകിപ്പിച്ച് വാശിക്ക് വാശിയായിട്ട്, വീറും വാശിയുമായിട്ട് എങ്ങോട്ടാണ് ഈ പോക്ക്? അല്ലാഹു തആലയുടെ ആഹ്വാനം, ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സനുസ് സയ്യിഅ. ഒരാൾ നിങ്ങളോട് തിന്മ ചെയ്തു, അതാണല്ലോ ബന്ധം വിച്ഛേദിച്ച്. എത്രയോ കാലം മനുഷ്യന് ഉപകാരം ചെയ്ത ഒരു മനുഷ്യൻ ഒരു ചെറിയ തിന്മ ചെയ്ത മനുഷ്യൻ പിണങ്ങുന്നില്ലേ? ചിന്തിക്കുന്നുണ്ടോ? ആ ഒരു നന്മയുടെയും തിന്മയുടെയും പ്രപ്പോർഷൻ ആലോചിക്കേണ്ട. എത്ര നന്മ ഇയാൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്, എത്ര തിന്മയെ ഇയാളിൽ ഉള്ളൂ, അതെനിക്ക് മാപ്പാക്കി കൊടുത്തുകൂടെ? അങ്ങനെ ചിന്തിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? കുടുംബ പ്രശ്നം പിന്നെ ഉണ്ടോ? മാതാപിതാക്കളും മക്കളും തമ്മിൽ പിന്നെ പ്രശ്നത്തിന്റെ ആവശ്യമുണ്ടോ? സുഹൃത്തുക്കൾ പിണങ്ങേണ്ട കാര്യമുണ്ടോ? അബൂ ഹുറൈറ, തസ്ലു മൻ ഖതഅക, ആര് അങ്ങയോട് ബന്ധം വിച്ഛേദിക്കുന്നുണ്ടോ അവരോട് അങ്ങ് ചെന്ന് ബന്ധം പുലർത്തുക. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ ഹദീസ് ഉദ്ധരിക്കുന്നു. നിങ്ങൾക്ക് ആര് വല്ലതും നിഷേധിച്ചിട്ടുണ്ടോ അവർക്ക് നിങ്ങൾ കൊടുക്കുക. കല്യാണം നടന്നു, നാട്ടുകാരെ മുഴുവൻ വിളിച്ചു, നിങ്ങൾ സ്വന്തം അയൽവാസിയാ, നിങ്ങളെ വിളിച്ചില്ല. വിളിക്കാൻ മറന്നു പോകുന്ന കേസുകൾ ഉണ്ടാവും. ചിലർ അത് വലിയ സംഭവമാക്കി എടുക്കും. കല്യാണത്തിനൊക്കെ വിളിക്കുമ്പോൾ ഉമ്മയും വാപ്പയും രാവും പകലും ഇരുന്ന് ലിസ്റ്റ് ഇട്ടിട്ട് പേരെഴുതിയിട്ട് ഇത്ര ആള് കല്യാണത്തിന് വരുന്നു, ഇത്ര ആളെ വിളിക്കടേ. എങ്ങനെ വന്നാലും 4-5 ആള് മിസ്സായി പോവുകയില്ലേ? നിങ്ങൾ ഇന്നെ മറന്നില്ലേ, നിങ്ങൾ മറന്നില്ലേ, അത്ര ഉള്ളൂ അല്ലേ എന്ന് പറഞ്ഞ അയാൾ പിന്നെ തെറ്റി. പടച്ചോനെ, തുഅ്തി മൻ ഹറമക, അതിനെപ്പറ്റിയല്ല ഈ പറയുന്നത്. അത് ആരെയാണോ മിസ്സായി പോയത് അയാൾ മനസ്സിലാക്കേണ്ടതാണ്.
സ്വാഭാവികമാണ്. നമുക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ആ ബേജാറിൽ ചിലപ്പോൾ വിട്ടു. വളരെ അടുത്ത ആളായിരിക്കും, എന്താ ചെയ്യുക, ഓർമ്മ ഉണ്ടായില്ല, നസിയാൻ. മനഃപൂർവ്വം വിളിക്കാതിരുന്നാൽ, മുമ്പിലൂടെ എപ്പോഴും പോകുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയും ചെയ്യും, എന്നിട്ടും മിണ്ടില്ല. ചിലർക്ക് ഇൻവിറ്റേഷൻ ഒരു ഫോർമലായില്ല എന്നല്ല പ്രശ്നമാണ്. ഒരു ഫോർമൽ അങ്ങാടി കണ്ടപ്പോൾ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഒരു ഫോണല്ലേ ചെയ്തിട്ടുള്ളൂ. അത്രയൊക്കെ മതി സുഹൃത്തുക്കളെ, അത്രയൊക്കെ മതി മുഅ്മിനീങ്ങളെ. എന്താണ് നമുക്കൊരു വിട്ടുവീഴ്ചക്ക്, ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു കോംപ്രമൈസിനൊക്കെ തയ്യാറായിക്കൂടെ? അതൊരു പ്രശ്നമാക്കി എടുക്കുന്നു, പോട്ടെ, അവരത് എന്തായാലും ചെയ്തുകൂടാ. ഈ പറഞ്ഞത് അതല്ല. മനഃപൂർവ്വം നിങ്ങളെ വിളിച്ചില്ല, ഡെലിബറേറ്റ്ലി. അയാൾക്കറിയാം നിങ്ങളെ വിളിക്കാൻ പറ്റും, നിങ്ങളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ഓർമ്മയുണ്ട്, വിളിച്ചില്ല. അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് വല്ലതും നിഷേധിച്ചപ്പോ നിങ്ങൾക്ക് എന്തോ ഒരു പ്രയാസം തോന്നിയല്ലേ? അല്ല, നിങ്ങൾക്ക് കല്യാണല്ലേ? പോണോലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊഴിയാണ്. മനസ്സിന്റെ ഉള്ളിൽ നീറിപ്പുകയുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ പഞ്ചായത്ത് മുഴുവൻ വിളിച്ചിട്ട് ഇയാളെ മാത്രം വിളിക്കാതിരിക്കാൻ നമ്മുടെ പ്ലാൻ ഉണ്ടാവുക അല്ലേ? തങ്ങൾ എന്താ പറഞ്ഞത്? തുഴച്ചീമൻ ഹറമക്. എന്നാ ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് നിങ്ങളെ വിളിച്ചിട്ടില്ല, ഒന്നാം സൽക്കാരം നടക്കൂല, എന്നാ രണ്ടാം സൽക്കാരം നിങ്ങളെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, ഒന്ന് പറഞ്ഞു നോക്കി. പുതിയാപ്പിളയും പുതിയണ്ണും വന്നിട്ട് നിങ്ങളെ വീട്ടിൽ സൽക്കാരം കൊടുക്കി. അപ്പോഴേ ഇദ്ഫഅബില്ലതീഹി അഹ്സൻ എന്ന് പറഞ്ഞു കൊടുത്തെത്തുള്ളൂ. തിന്മയെ നന്മ കൊണ്ടാണ് നേരിടണം. അങ്ങനെ വന്നാൽ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ, നിങ്ങളും മറ്റാരും തമ്മിലാണോ ശത്രുതയുള്ളത്, കഅന്നഹു വലിയുൻ ഹമീം, ഏറ്റവും നല്ല സുഹൃത്തായ അയാൾ മാറുന്നത് കാണാം. വളരെ സ്വീറ്റ് റിവെഞ്ച്. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഇസ്ലാം നമ്മളോട് പറയുന്ന സ്വഭാവം മുഅ്മിനീങ്ങളെ. മൂന്നാമത്തേത് നിന്നെ ആര് ആക്രമിച്ചിട്ടുണ്ടോ അവർക്ക് നീ മാപ്പാക്കി കൊടുക്കുക. ആര് നിങ്ങളോട് ദുൽമ് ചെയ്തിട്ടുണ്ടോ, ദുൽമ് മാനസികമാകാം, ശാരീരികമാകാം, കുടുംബപരമാകാം, സാമ്പത്തികമായിട്ടാകാം, മാപ്പാക്കി കൊടുക്കുക. മഹാന്മാരായ മുഅ്മിനീങ്ങൾ, കഴിഞ്ഞുപോയ മഹാന്മാരിൽ ചില മഹാന്മാർ അല്ലാഹുവിനോട് ദുആ ചെയ്തു പറയുന്നു, അല്ലാഹുമ്മ പടച്ചവനെ, ഇന്നഹു ലൈസ ലീ മാലുൻ നതസദ്ദഖു ബിഹി ഫീ സബീലിക്, പടച്ചവനെ നിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യാനുള്ള സമ്പത്ത് എന്റെ കയ്യിലില്ലല്ലോ പടച്ചവനെ. സദഖ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ദീനിനോ യതീംഖാനക്കോ പള്ളിക്കോ വേണ്ടി വല്ലവരും ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കണമെന്ന് നന്നായി ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നുമില്ലല്ലോ പടച്ചവനെ കയ്യിൽ. നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരവും എന്റെ കയ്യിലില്ല. സുഖങ്ങളാണ്, പ്രയാസങ്ങളാണ്. പക്ഷേ ഞാൻ എന്റെ അഭിമാനം കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് സ്വതക്ക ചെയ്തു കൊള്ളുകയാണ്. എന്താണ് പറയണത്? അല്ലാഹുമ്മ, നിന്റെ വിശദീകരണം, മൻ ശതമനി, പടച്ചവനെ ആരെങ്കിലും എന്നെ ചീത്ത പറഞ്ഞാൽ, ഔ സബ്ബനി, എന്നെപ്പറ്റി അസഭ്യം പറഞ്ഞാൽ, ഔ ഇഗ്താബനി, എന്നെപ്പറ്റി ഗീബത്ത് പറഞ്ഞാൽ, ഔ ളലമനി, എനിക്ക് എന്തെങ്കിലും ദുൽമ് ചെയ്താൽ, ഫജ്അൽഹാ ലഹു കഫാറ, ആ പറഞ്ഞതും ചെയ്തതുമെല്ലാം ആ ചെയ്ത ആളുകൾക്ക് നീ പ്രായശ്ചിത്തമാക്കി കൊടുക്ക റബ്ബേ. എനിക്ക് വേണ്ടി നീ പ്രതികാരം എടുക്കണ്ട, അവർക്ക് മാപ്പാക്കി കൊടുക്ക റബ്ബേ. എന്റെ അഭിമാനം ഞാൻ സ്വതക്ക ചെയ്തു, എനിക്കൊന്നും കൊടുക്കാനില്ല പടച്ചവനെ. എന്നെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടോ ഓർക്കൊക്കെ അത് പൊരുത്തപ്പെട്ട് കൊടുത്തു പടച്ചവനെ. എന്റെ അഭിമാനം അവരെടുത്തോട്ടെ, അതൊക്കെ ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തു, സ്വതക്ക ചെയ്തു. ഇങ്ങനെ ഒരു ഹദ്ദ്, ഇങ്ങനെ അൽ ജീലുൽ മുബാറക് എന്ന മുഫസ്സിറുകൾ, ഇങ്ങനത്തെ ഒരു വലിയൊരു സമൂഹം ദീനിന്റെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങോട്ട് എല്ലാ നിലക്കും സുബ്ഹാനല്ലാഹ് മാപ്പാക്കി കൊടുക്കാൻ ഒരു എംപ്ലോയറും എംപ്ലോയിയും ഉണ്ടാകുമ്പോൾ ഇത് ശരിക്കും നടക്കും. എത്ര കൂലി കിട്ടുന്ന സംഗതികളാണ്. നമ്മൾ വിചാരിക്കും സ്വഭാവം നന്നായ കൂടുതൽ ആൾക്കാർ മോശമായി പോകുന്നു. ജോലിക്കാരെ സംബന്ധിച്ച് അങ്ങനെയാ സാധാരണഗതിയിൽ എംപ്ലോയർ മനസ്സിലാക്കൽ അങ്ങനെയാണ്. കുറച്ച് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ജോലിക്കാരൊക്കെ ഒന്ന് അലംഭാവം ഉണ്ടാകും. ഒന്ന് എന്തെങ്കിലും ഒരു കോംപ്രമൈസ്, എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായാൽ ഇവരത് മുതലെടുക്കുന്നു. സംഗതി അങ്ങനെയാണോ? അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറയുന്ന അമവി ഭരണാധികാരി, ഇസ്ലാമിക ലോകം കണ്ട പ്രഗത്ഭരായ ഭരണാധികാരികളിൽ പ്രഗത്ഭനാണ് ഹിശാം ഇബ്നു അബ്ദുൽ മലിക്.
അയാളുടെ മുമ്പിലേക്ക് ഒരു അടിമ, ഒരു കറുത്ത ഗുലാമുൻ അസ്വദു, ഒരു കറുത്ത അടിമയുണ്ട് അദ്ദേഹത്തിന്, എത്യോപ്യക്കാരനായ അടിമ. ഹിഷാം രാജാവിന്റെ അടുത്ത് സിറിയയിൽ നിന്ന് വന്ന ഏറ്റവും വലിയ VIP-കളുടെ ഒരു ഡെലിഗേഷൻ, ഒരു സംഘം, ഒരു വഫ്ദ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, നിവേദക സംഘം. രാജാവിനെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ VIP-കൾ വരുമല്ലോ. പരവതാനി വിരിച്ചവരെ സ്വീകരിക്കുന്ന കൊട്ടാരത്തിൽ അവർ കടന്നു വന്നു. രാജാവ് ഇരിക്കുന്നു. ഹിഷാം ബിൻ അബ്ദുൽ മലിക്, മർവാൻ ബിൻ അബ്ദുൽ മലിക് തന്റെ ഗുലാമിനെ വിളിച്ചു. യാ ഗുലാം, യാ ഗുലാം, യാ ഗുലാം. സെർവന്റ് എന്ന വാക്കിനർത്ഥം ഗുലാമേ എന്ന് വിളിച്ചു. എവിടെയാണ്? ഇവർക്ക് എന്തെങ്കിലും വെള്ളവും ചായവും അവരെ ട്രീറ്റ് ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി വിളിച്ചതാ. ഉടനെ ഈ കറുത്ത അടിമ ഉറക്കണ്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ കയ്യും കാലും അടങ്ങി അപ്പ വിളിക്കൂ, യാ ഗുലാം, യാ ഗുലാം, എനിക്ക് സ്വൈരം തരുന്നില്ലല്ലോ. ഈ പറഞ്ഞതോ ഈ VIP-കളുടെ മുമ്പിൽ. അവിടെ സന്നിഹിതരായ മുഴുവൻ ആ പാലസിലുള്ള മുഴുവൻ ആളുകളും എല്ലാവരും കൂടെ തല താഴ്ത്തി. കാരണം ഇയാളുടെ തല പോകാൻ പോവാണ്, അതിന്റെ ചോര തെറിക്കണ്ടെന്ന് വിചാരം. അങ്ങനെ ഉറപ്പിച്ചു, ഇയാൾക്ക് ഇതിലും വലിയൊരു ശിക്ഷണി കിട്ടാൻ ചാൻസ് ഇല്ല, ഇയാളുടെ കഥ കഴിഞ്ഞു തന്നെയാണ്. മർവാൻ ബിൻ അബ്ദുൽ മലിക് ഇങ്ങനെ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇദാ ഹസുന അഖ്ലാഖുൽ മലിക് സാ അഖ്ലാഖുൽ ഖദം. രാജാവിന്റെ സ്വഭാവം നന്നായാൽ പരിചാരകന്മാരുടെ സ്വഭാവം മോശമാകും. പക്ഷേ പരിചാരകന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി എന്റെ സ്വഭാവം മോശമാക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. സുബ്ഹാനല്ലാഹ്. ഇദാ സാ അഖ്ലാഖുൽ മലികി ഹസുന അഖ്ലാഖുൽ ഖദം. രാജാവിന്റെ സ്വഭാവം നന്നായാൽ, വിട്ടുവീഴ്ച ചെയ്യുന്ന ആളാണെന്ന് തോന്നിയാൽ, അപ്പൊ പിന്നെ ബാക്കിയുള്ള ജോലിക്കാരൊക്കെ വീഴ്ച വരുത്തും. പക്ഷേ അവരെ നന്നാക്കാൻ വേണ്ടി, അവരുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ഞാൻ ലസ്തുലി ഉസീഅ ഖുലുഖി, എന്റെ സ്വഭാവം ഞാൻ മോശാക്കണില്ല, അവരിത് നന്നാവാൻ വേണ്ടി എന്റെ നന്നായി തന്നെ നിന്നോട്ടെ, ഒരു മോശമായാലും സാരല്ല. മാപ്പാക്കി കൊടുത്തു, അതും പരസ്യമായിട്ട്. നമുക്ക് കഴിയോ? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ? നമ്മുടെ സ്വന്തം ഭാര്യ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു വാക്ക്, എന്തെങ്കിലും അരുതാത്തുണ്ടായ ഇറങ്ങിപ്പോന്നില്ലേ? പുതിയാപ്പിള എന്നൊക്കെ ആകുമ്പോൾ രാജാവിന്റെ പട്ടം കിട്ടുന്ന നാടുകളും പ്രദേശങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ചെറിയ പ്രശ്നം ഉണ്ടായ അവര് പിന്നെ ഭയങ്കര, അതൊരു വലിയ സംഭവമാക്കി മാറ്റി. എന്തിനാണ് അതൊരു അഹങ്കാരമല്ലേ? ഉള്ളിലുണ്ടാകുമ്പോഴല്ലേ അങ്ങനെ തോന്നുള്ളൂ. അഹങ്കാരത്തിന്റെ ഒരു ബഹിസ്ഫുരണമല്ലേ അതൊക്കെ. ഞാൻ എന്തോ ആണ്, ആ എന്നെ ഒന്നുമല്ല എന്നിവർ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈഗോ പുറത്തു വരാൻ. പടച്ചവനെ, ഇത് അഹ്സൻ, മാപ്പാക്കി കൊടുത്തുകൂടെ, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൂടെ? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഒരാൾ വന്ന് പറഞ്ഞു, യാ അബാ സഈദ്. ഹസനുൽ ബസ്രി തങ്ങളുടെ കുഞ്ഞത്ത് പേര് അങ്ങനെയാണ്, സ്ഥാനപ്പേര്. യാ അബാ സഈദ് യഗ്താബക ഫുലാൻ. ബസ്റയിലെ, ഇന്നത്തെ ഇറാഖിലെ ബസ്റയിലാണ് സംഭവം നടക്കുന്നത്. യഗ്താബക ഫുലാൻ, നിങ്ങളെപ്പറ്റി ഇന്നാലിന്ന ഒരാൾ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഖാല തആൽ, അങ്ങോട്ട് വരി. ഫലമ്മാ അതാ ഇലൈഹി, ആ പറഞ്ഞ ആള് നിങ്ങളെപ്പറ്റി, മറ്റേ ആള് നമ്മുടെ മറ്റേ പാർട്ടിക്കാരനല്ല, ഇന്ന ആള് എന്തോ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇന്നലെ പ്രസംഗിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. ഇത് പറഞ്ഞ ആളോട് നിങ്ങൾ വരി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഅതാഹു തബഖൻ മിൻ റുതബിൻ, നല്ല കാരക്കയുടെ ഒരു വലിയൊരു പ്ലേറ്റിന് കൈ കൊടുത്തു. നമ്മൾ പറയില്ലേ ബസ്റയ്ക്ക് കാരക്ക കയറ്റേണ്ട ആവശ്യമില്ല, ഏറ്റവും നല്ല കാരക്ക കിട്ടുന്ന സ്ഥലം ബസ്റയാണ്. അവിടെയാണ് ഈ സംഭവം നടക്കുന്നതും. ഹസനുൽ ബസ്രി എന്ന് പറഞ്ഞതിന്റെ പേരിന് അങ്ങനെയാണ്. ബസ്റക്കാരനായ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു വലിയൊരു തളിക നിറയെ ഏറ്റവും മുന്തിയ കാരക്ക കൊടുത്തിട്ട് പറഞ്ഞു, ഇദ്ഹബ് ഇലൈഹി വഖുല്ല, ആണ് പോയിട്ട് അയാളോട് പറഞ്ഞു കൊടുക്കി, അഅതൈതനാ ഹസനാതിക് വഅഅതൈനാക റുതബാ, നിങ്ങൾ ഒരുപാട് നന്മ എനിക്ക് തന്നില്ലേ, അതിന് പകരം കുറച്ച് കാരക്ക പിടിച്ചോളി എന്ന് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ഈ ഹദീസും ഈ ആയത്തുമാണ് ഇപ്പൊ ഈ തത്ബീഖ് ചെയ്യുന്നത്. അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളെ പറ്റി ചീത്ത പറഞ്ഞില്ലേ, എന്നാൽ നിങ്ങളുടെ ഒരുപാട് നന്മകൾ എനിക്ക് കിട്ടി അല്ലേ, അതുകൊണ്ട് ഇതിന്റെ പകരം എനിക്കൊന്നും ചെയ്തു തരാൻ വയ്യ, അതുകൊണ്ട് ഈ കാരക്കൾ നിങ്ങൾ സ്വീകരിച്ചാലും. എന്താണ് ആ സ്വീറ്റ് അവെഞ്ച്? എന്താണ് അതൊക്കെ ആ പ്രതികാരം? സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ നാണം കെട്ടുപോയി. ചീത്ത പറഞ്ഞിട്ട് ഇങ്ങോട്ട് ചെക്ക് കൊടുത്തയച്ചാൽ എന്താ അവസ്ഥ?
അല്ല അതിനർത്ഥം. ചീത്ത പറഞ്ഞതാ, പൈസ അങ്ങോട്ട് കൊടുത്തയക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഗീബത്തും നമീമത്തും വർദ്ധിക്കുന്നതിലൂടെ പിശാച് ഉദ്ദേശിക്കുന്നത് ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ. നമ്മുടെ മനസ്സുകൾക്കിടയിൽ ദേഷ്യമുണ്ടാകാനും നമ്മൾ ദേഷ്യം പിടിച്ച് നടക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യമുണ്ടാക്കാനുമാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പിശാചിന് നിങ്ങൾ വളം വെച്ചു കൊടുക്കല്ലേ. കുടുംബ പ്രശ്നം എത്രയാണ് കല്യാണം നാട്ടിൽ നടക്കുന്നത്. നമ്മൾ കേൾക്കാലോ, എത്രയോ ഫാമിലി കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ പോവാണ്, കല്യാണത്തിന് പോവാണ്. ഈ പോയ കല്യാണങ്ങളൊക്കെ ഒരു മാസം നീളുന്നതിന്റെ മുമ്പ് തൊലാക്കായി പോകുന്നുണ്ട്. തൊലാക്കിന് ആരും പോണില്ല അറ്റൻഡ് ചെയ്യാൻ. അത് ആരും അറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. തൊലാക്ക് കൂടുകയാണ്. എന്തേ പ്രശ്നം? വളരെ കുറഞ്ഞ നിസ്സാര കാര്യം ഉണ്ടാവുള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബങ്ങൾ തമ്മിൽ ഈഗോ. നമ്മളൊക്കെ രക്ഷിതാക്കന്മാരാണല്ലോ, ഉമ്മമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ടല്ലോ ഇത് കേൾക്കുന്നവർ. എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നമുണ്ടായാൽ ആ കുടുംബ പ്രശ്നം നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രശ്നം പരിഹരിക്കേണ്ടതിന് പകരം മൂന്നാമതൊരാളിന്റെ നാലാമതൊരാളിന്റെ ചെവിയിലെത്തുകയും അത് അഞ്ചാമന്റെയും ആറാമന്റെയും മഹല്ലുകാരന്റെയും നാട്ടുകാരുടെയും ചെവിയിലെത്തുകയും എന്നിട്ടത് പിന്നെ കുടുംബ കോടതിയിലെത്തുകയും അങ്ങനെ കോടതി വരാന്തകളിൽ തൊലാക്ക് വാങ്ങിച്ചു കിട്ടാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന അവസ്ഥയിലേക്ക് ഉമ്മത്തിന്റെ സംസ്കാരം മതപ്പതിച്ചത് എത്ര വലിയ നാണക്കേടാണ്. നമ്മുടെ പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തേ കോടതിയിലെത്തിയത്? സുബ്ഹാനല്ലാഹ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ ഉമ്മമാര് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, മോളെ എന്തെങ്കിലും പ്രയാസം വന്നാൽ മോൾ അവിടെ ക്ഷമിക്കണം, ഇത് ഉമ്മ പറഞ്ഞെടുക്കുന്നുണ്ടോ? വാപ്പ പറയാം, ഞാൻ എങ്ങനെ വളർത്തിയ മോളാണ്, മോൾക്ക് അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ മോൾ അടുത്ത ബസ്സിന് കയറിപ്പോന്നോ, അല്ലെ വാപ്പ വണ്ടി അയക്കുന്നു. എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ ധാർഷ്ട്യം? എന്തിനാണ് ഈ ധിക്കാരം കാണിക്കുന്നത്? ജീവിതം കൊണ്ടുള്ള പന്താട്ടം എന്തിനാണ്?